തിരക്കഥാരചനയുടെ സങ്കേതങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ച. ഈ ആഴ്ച തിരക്കഥാരചനയ്ക്ക് ശേഷം ചിത്രീകരണത്തിന് മുൻപ് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കാം. ചലച്ചിത്ര ചിത്രീകരണത്തെ സുഗമമാക്കുന്ന ഈ പ്രാഥമിക പാഠങ്ങൾ ഓരോ സംവിധായകനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രദ്ധേയനായ സഹസംവിധായകൻ ശ്രീ സലാം പാലപ്പെട്ടിയാണ് വിശദീകരണങ്ങൾ നൽകുന്നത്. ഓരോ ദൃശ്യ ചിത്രീകരണത്തിനും മുൻപ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ക്ലാപ്പ് ബോർഡ് ചിത്രീകരണ ദൃക്സാക്ഷികൾക്ക് എന്നും പ്രഹേളികയായ ഒരു വസ്തുവാണ്. ചിത്രീകരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിശാസൂചിയാണ് ഈ ബോർഡ്. എന്നോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിക്കുകയും ഞാനടക്കം 10ഓളം സംവിധായകരുടെ സഹസംവിധായകനായി അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സലാം പാലപ്പെട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. സിനിമ ലൊക്കേഷനുകൾ ഒരു തവണയെങ്കിലും സന്ദർശിച്ചിട്ടുള്ള ആളുകൾ വിശദീകരണം കിട്ടാതെ ചില വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വിശദീകരണം സലാം പാലപ്പെട്ടി നമുക്കിന്ന് തരുന്നതാണ്. നമസ്കാരം സലാം. നമുക്ക് ഇന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഷൂട്ടിങ്ങിന് മുൻപ് നമ്മൾ സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ, സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, പിന്നെ എക്സിക്യൂഷനിൽ ഉള്ള ചില പ്രത്യേക കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇത് ഒരു ക്ലാപ്പ് ബോർഡാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരാൾ ക്യാമറയുടെ മുമ്പിൽ 66/1 ടേക്ക് 1 എന്ന് പറഞ്ഞ് അടിച്ച് ഓടുന്നത് കണ്ടിട്ടുണ്ടാവും. നമുക്കിന്നത് ഇതെന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് സലാമിനോട് ചോദിക്കാം. ഈ പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു സിനിമയുടെ 1 മുതൽ 70 വരെ 80 വരെ സീനുകളുണ്ടാവും. അപ്പോൾ ഈ സീനുകളുടെ സ്ക്രിപ്റ്റിന് 70 സീനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സീൻ ആദ്യം എടുക്കുന്ന സമയത്ത് ഈ സീനുകളെ തന്നെ നമ്മൾ പലപ്പോഴും ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു 10ഓളം ഷോട്ടുണ്ടാവും, 20 ഷോട്ടുണ്ടാവും. അപ്പോൾ ഈ ഷോട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് അതിൽ ടോക്കി ഉണ്ടാവും, സൈലൻ്റ് ഉണ്ടാവും. ഇതെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ഈ ഷോട്ടുകൾ തന്നെ പല ടേക്കുകളായി എടുത്താലാണ് പല ഡയറക്ടേഴ്സിനും പെർഫെക്ഷൻ കിട്ടുന്നത്. ചിലപ്പോൾ അഭിനയത്തിൻ്റെ പാളിച്ച കൊണ്ടോ അല്ലെങ്കിൽ അഭിനയത്തിലുള്ള ബെറ്റർ ചെയ്യണം തോന്നുമ്പോൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ടേക്ക് പോകുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അത് വേർതിരിച്ചറിയാനാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ക്ലാപ്പ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ദിവസം ചിലപ്പോൾ 25ാമത്തെ സീനായിരിക്കും എടുക്കുന്നത്. ആ 25ാമത്തെ സീനിൽ ആദ്യത്തെ അത് പല ക്യാനിലായിട്ടായിരിക്കും, പല ഷോട്ടുകളും പല ക്യാനിലായിട്ടും. ഫിലിമിൻ്റെ റോളുകൾ ഈ റോളുകളിൽ എടുക്കുന്ന സീനുകളെല്ലാം ഓർഡറിലാക്കുവാൻ, ഇപ്പോൾ എഡിറ്റർക്ക് ഓർഡറിലാക്കുവാൻ ഈ ക്ലാപ്പിൻ്റെ ഉപയോഗം വളരെ. അപ്പോൾ ഇതിൽ എഴുതുന്നത് എന്തൊക്കെ? ഇപ്പോൾ 25ാമത്തെ സീനാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും സീൻ നമ്പർ 25 ഷോട്ട് നമ്പർ 5 5ാമത്തെ സീനാണ്. ടേക്ക് നമ്പർ 5ാമത്തെ ഷോട്ടാണ്. സീൻ നമ്പർ 25 ഷോട്ട് നമ്പർ 5. ഇനി ടേക്ക് 1. ഈ 1 എന്നുള്ളത് നമ്മൾ ഇതിൽ തന്നെ പലപ്പോഴും 3, 4, 5, 10 അങ്ങനെ ഓരോ ഇതായിട്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ സീൻ സൈലൻ്റ് ആണെങ്കിൽ ഇത് വെറുതെ ഒന്ന് കാണിച്ചാൽ മതി. ഈ ഷോട്ടിന് മുമ്പ് ഇതപ്പോൾ ഫിലിമിൽ റെക്കോർഡാവും. എന്നിട്ട് അത് മാറ്റാം. പക്ഷേ നമ്മൾ ടോക്കി ആണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഓഡിയോ പറയും. ആദ്യം റോളിംഗ് പറയും. റോളിംഗ് പറഞ്ഞു കഴിഞ്ഞാലും ഈ അതേ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഇത് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ റോളിംഗ് പറഞ്ഞു, ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു, റോളിംഗ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ 25/5 ടേക്ക് 1 എടുത്ത് മാറ്റിയിട്ടാണ് ഈ ഓടുന്ന ഈ പരാക്രമം കാണിക്കുന്നത്. അത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എന്തിനാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഇത് പലപ്പോഴും ഈ നമ്മുടെ ഈ സൗണ്ട് ഈ അടിക്കുന്ന ആക്ഷനും പ്ലസ് ഈ സൗണ്ടും കൂടെ സിങ്ക് ചെയ്തിട്ട് വോയിസിന് മാച്ച് ചെയ്യും. ഈ അഭിനയിക്കുന്ന ആൾ സംസാരിക്കുന്ന പറയുന്ന ഡയലോഗ് വിഷ്വലുമായിട്ട് സിങ്ക് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ അടിക്കുന്ന ഷോട്ടിൻ്റെ ഈ ഒരു ഫ്രെയിമും ആ സൗണ്ടും തമ്മിൽ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയലോഗ് ഇയാളുടെ ലിപ് മൂവ്മെന്റ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിന് ഇത് ഉപയോഗിക്കുന്നത് എഡിറ്റിങ്ങിനാണ്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് എഡിറ്റിങ്ങിലാണ്. ക്ലാപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത് ചെയ്യുന്നത്, ആ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിനകത്ത് കളർ കോഡ് കാണും, കളർ ബാർസ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അത് വെൻ ദ ക്യാമറമാൻ ഇസ് ഗ്രേഡിങ് അനലൈസറിലെത്തിട്ട് ഈ കളർ ഇത് വെച്ചിട്ട് കളർ നിശ്ചയിക്കും, കളർ ഗ്രേഡേഷൻ നടത്തും. അതൊന്ന്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൽ വരുമ്പോഴത്തേക്ക് ഇത് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ബിക്കോസ് ഫിലിമിൻ്റെ സൗണ്ടും എന്ന് പറയുന്നത് രണ്ടാണ്. ഫിലിം ക്യാമറയിൽ കൂടെ നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. സൗണ്ട് ഇസ് ഓൾവേസ് റെക്കോർഡഡ് ബൈ യൂസിങ് എ സെക്കൻഡറി ഡിവൈസ്. നാഗ്ര ടേപ്പും അല്ലെങ്കിൽ നാഗ്ര ഡിവൈസ് വെച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു ക്ലാപ്പ് വെച്ചിട്ട് ഒരു ഷോട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ
ക്ലാപ്പ് ചെയ്യും. അപ്പോൾ ആ പിക്ചറിലെ സൗണ്ട്, ആ ഫ്രെയിമും ഈ ക്ലാപ്പ് ഇങ്ങനെ വന്ന് ഒട്ടുന്ന ഫ്രെയിമും ആ സൗണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോഴേക്കും ദ ഹോൾ തിങ് വിൽ ബി സിങ്ക്രണൈസ്ഡ്. അപ്പോൾ ചിലപ്പോൾ നല്ല ലെങ്തി സീനായിരിക്കും. ഇപ്പം ചിലരിപ്പം ഇപ്പോഴെന്നല്ല ഒരു കുറച്ച് റീസെൻറ്റ് ടൈംസ് എന്ന് പറയാം ക്ലാപ്പ് അടിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ അത് കുറച്ചൊരു ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫുട്ടേജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രോണിക് ക്ലാപ്പ് ബോർഡ്സ് അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അത് യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നില്ല. ഇപ്പം ബോളിവുഡിലൊക്കെ ഇന്ത്യൻ ന്യൂസിലൊക്കെ അത് യൂഷ്വലി അത് യൂസ് ചെയ്ത് തുടങ്ങിയത് ലൈക്ക് ഫുള്ളി. ഇപ്പോൾ മിക്ക ഫിലിംസും 90% ഫിലിംസും ദേ യൂസ് ഇലക്ട്രോണിക് ക്ലാപ്പ് ബോർഡ്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സിങ് സൗണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്ട്രോണിക് ക്ലാപ്പ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ടൈം കോഡ് ജനറേറ്റർ ഉണ്ടാവും. അപ്പോൾ ഒരു LED ഡിസ്പ്ലേ ഉണ്ടാവും ആ ക്ലാപ്പ് ബോർഡിൽ. അപ്പോൾ ആ ക്ലാപ്പ് ബോർഡിൽ ഇത് ഒരു ഓഡിയോ EDL എന്ന് പറയുന്നത് പോലെ ഒരു ഓഡിയോ ടൈം കോഡ് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആക്ച്വലി ചില സ്ഥലത്ത് അത് ക്ലാപ്പ് അടിച്ചില്ലെങ്കിൽ പോലും ആ ടൈം കോഡ് റീഡർ വെച്ച് ഒരു ക്യാമറ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ഈ ഇലക്ട്രോണിക് ക്ലാപ്പ് ബോർഡ് വിൽ ബി കണക്റ്റഡ് ടു എ ക്യാം കോഡർ. അത് ക്യാമറയിൽ നിന്നും ഒരു ഔട്ട് കാണും. അപ്പോൾ ക്യാമറ വീഡിയോ ഔട്ട്പുട്ടാണ് വരുന്നത്. സോ അപ്പം ഈ ക്യാം കോഡിൽ വന്ന ഔട്ടും ഈ ഇലക്ട്രോണിക് ക്ലാപ്പ് ബോർഡിൽ വന്നിട്ടുള്ള ഔട്ടും വിൽ ബി സിങ്ക്രണൈസ്ഡ്. സോ അതൊരു എഡിറ്റിംഗ് ടേബിൾ വരുമ്പോഴത്തേക്ക് ദേ ക്യാൻ യൂസ് ദ ടൈം കോഡ്, ഓഡിയോ ടൈം കോഡ് ടു സിങ്ക്രണൈസ്. പക്ഷേ സ്റ്റിൽ നമ്മളിവിടെ മലയാളം സിനിമയിലും അല്ലെങ്കിൽ ബേസിക്കലി സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഈ സിങ് സൗണ്ട് ഇങ്ങനെ കൂടി ഉപയോഗിച്ച് വന്നാൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് യൂസിങ് ഇലക്ട്രോണിക് ക്ലാപ്പർ ബോർഡ്. ശരിക്കും ക്ലാപ്പർ ബോർഡ് എന്നാണ് അതിന് പറയുന്നത്, ക്ലാപ്പ് ബോർഡ് എന്നല്ല, ക്ലാപ്പർ ബോർഡ് എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് ഉണ്ടാവില്ലേ ഇതിന്? റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുന്നത്? റിപ്പോർട്ടിൽ ഇപ്പോൾ ഇതുണ്ടല്ലോ, പിന്നെ എന്തിനാ റിപ്പോർട്ട്? റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ക്യാനിലാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു പുറത്ത് ആദ്യം റോൾ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പർ 35 ഇതാദ്യം കാണിക്കും ഈ റോളിന് ബിഗിനിങ്ങിൽ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് സീൻ എടുക്കുമ്പോൾ മറ്റേ നമ്പർ. പിന്നെ ഈ റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് പലപ്പോഴും ഈ സീൻ ഡേറ്റ് ഏതാണോ എഴുതിയിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ഡേറ്റും ഇത്രാമത്തെ റോളിൽ ഇത്രാമത്തെ ദിവസം, അപ്പോൾ കറക്റ്റായിട്ട് ഏത് ദിവസമാണ് എടുത്തതെന്നുള്ളതും അന്നത്തെ കാര്യങ്ങൾ നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതായത് റിപ്പോർട്ട് എഴുതുന്നത് ഇപ്പോൾ ഇന്ന് 1-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി ഇത്രാമത്തെ 25-ാമത്തെ സീനിൻ്റെ 30-ാമത്തെ ഷോട്ട് എടുത്തു, അതിൽ 5-ാമത്തെ ടേക്കാണ് ഓക്കെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതി എഡിറ്റർക്ക് അയച്ചു കൊടുക്കുന്നതിനാണ് റിപ്പോർട്ട് എന്നത്.